വെയിലങ്ങ് മൂത്ത് കഴിഞ്ഞപ്പോൾ തൊണ്ട ഉണങ്ങാൻ തുടങ്ങി യേശുവിന് കുരിശ കിടന്നിട്ട്. അത് പുള്ളി പറഞ്ഞ്, രമണ എനിക്ക് ഇച്ചിരി വെള്ളം വേണമെന്ന് പറഞ്ഞു, കുന്തം കൊണ്ട് നിൽക്കണവനോട്. അപ്പം കണ്ണടച്ച് കാണിച്ച് മുമ്പിലിരിക്കുന്ന സൗണ്ട് എഞ്ചിനീയർ അടക്കം വലയുടെ അകത്ത് കിടക്കുക. ഈ സൗണ്ടിൻ്റെ ആൾക്കാർ മൊത്തം വലയിലിരിക്കുക. ആദ്യം ഒരു ടൂറിസ്റ്റ് ബസ് നിറച്ചിങ്ങ് വന്ന് തലയൊക്കെ പുറത്തിട്ട് വന്നപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ ആർച്ചിൻ്റെ അവിടെ നിൽക്കുക. പുള്ളി ബ്രോക്കർ നോക്കിയപ്പോൾ ഒരു ഇങ്ങനെ കാണിച്ച്, ഈ മരിച്ച ആൾക്കാർ അസ്ഥി കൊണ്ടേ കളയൂലേ, ആ പാത്രം എടുത്തിട്ട് അതിനകത്തിട്ട് ചട്ടിയിലിട്ട് ഉണ്ടാക്കി കഴിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും വേണ്ട, ആ പോവാന്ന് പറയും. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിലാണ് ജനിച്ചത്. അങ്ങനെ ഒരു പക്ക ഗ്രാമത്തിലുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. അച്ഛനും അമ്മയും കർഷകരാണ്. എൻ്റെ ഫാമിലിയിൽ ഞങ്ങൾ 10 മക്കളാണ്. ഈ 10 മക്കളെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ജനറേഷനിൽ അങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് പലരും പേടിച്ചു പോവുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ 10 മക്കളുടെ ഫാമിലി കർഷകരായിട്ടുള്ളൊരു അച്ഛനും അമ്മയാണ് ഞങ്ങൾ ഇത്രയും മക്കളെ വളർത്തിയത്. അപ്പോൾ കുട്ടിക്കാലം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെപ്പോഴും ഈ ഒരു എന്താ പറയണത്, നമ്മൾ പലരും പറയും വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അങ്ങനെ വളർന്നു വന്നതാണ്. പക്ഷേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കല്ലായിരുന്നു, ഞങ്ങളുടെ അച്ഛനും അമ്മക്കായിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു സന്തോഷവും ആ ഒരു സ്നേഹമൊക്കെ ഞങ്ങളുടെ ആ ഒരു 10 പേരുടെ ഇടയിലും ഇതൊന്നും വലിയ വ്യത്യാസമില്ലാത്ത മക്കളാണ് ഞങ്ങൾ. ഒരു വയസ്സ് ഗ്യാപ്പ് ഇട്ടിട്ടുള്ള മക്കളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെയാണ് ഞങ്ങൾ ജീവിച്ചത്. നമ്മളുടെ ഈ അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ ജോലിക്കാരായതുകൊണ്ട് കഷ്ടപ്പാടും അതുപോലെ തന്നെ ദാരിദ്ര്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിച്ചത്. ഈ ഒരു എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് അവരവർ പിരിയുന്നത് വരെയും ഇപ്പോഴും നിലവിൽ ആ സമയം വരെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അപ്പോൾ പുറത്തൊന്നും കളിക്കാൻ പോകണ്ട, ഒരു ശരിക്കും പറഞ്ഞ ഒരു അംഗൻവാടി പോലെ തന്നെയാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ അവിടെ കളിക്കാൻ ചേട്ടനും അനിയനും അനിയത്തി സഹോദരി എല്ലാവരും ഭയങ്കര കൂട്ടുകാരായിട്ടാണ് വളർന്നത്. അപ്പോൾ ചെറുപ്പകാലം എല്ലാം വളരെ സന്തോഷമായിരുന്നു. കുഞ്ഞുനാൾ മുതലേ ഞാൻ UP സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടാണെങ്കിലും ഈ 2 കയ്യിലും 2 സഹോദരന്മാരുണ്ടാവും. ഇപ്പോൾ എൻ്റെ ഇളയതാണെങ്കിലും എൻ്റെ മൂത്തതാണെങ്കിലും അങ്ങനെ പോയി വളർന്നതാണ്. അതുകൊണ്ട് എപ്പോഴും ഏറ്റവും വലിയ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് ഏറ്റവും വലിയ ഓർമ്മയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിക്കാൻ പോകുന്നത് ഞങ്ങളുടെ നടക്കാവ് LP സ്കൂളിലേക്കുള്ള ഒരു യാത്രയാണ്. കാരണം അവിടെ 50 കുട്ടികളുണ്ടെങ്കിൽ അതിൽ 10 കുട്ടികൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടിക്കാലം വളരെ രസകരമായിരുന്നു. ഒരു 5th ഒക്കെ എത്തുന്നത് വരെ ഞങ്ങൾ ആ ബാല്യം നന്നായിട്ട് ആസ്വദിച്ചു. കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ കുട്ടികൾക്കൊന്നും കുട്ടിക്കാലം ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ മോൾഡ് ചെയ്തെടുക്കണ ഇങ്ങനെ ഡോക്ടർ, എഞ്ചിനീയർ, വക്കീൽ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടുണ്ടായിരുന്നു ഇതൊക്കെ. പക്ഷേ ഇപ്പോൾ അത് ഭയങ്കര കൂടുതലാണ്. ഈ നിലവിൽ ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും തീരെ കുട്ടിക്കാലം എന്ന് പറഞ്ഞൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇനി അങ്ങോട്ട് ഒട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഉദയംപേരൂർ ഗ്രാമമാണ്. അവിടെ ഇരട്ടപ്പേരുകളുടെ ഒരു നാടത്. എല്ലാവരും എടുത്ത് നോക്കിയാൽ ഇരട്ടപ്പേരുണ്ടാവും. അപ്പോൾ അത് നേരെ ചുവ പേര് വിളിക്കുന്ന ആരുമില്ല അവിടെ. എൻ്റെ ഓർമ്മയിൽ ആരുമില്ല. എൻ്റെ അച്ഛനെ വിളിക്കുന്ന അഞ്ഞൂറാൻ എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേര് അഞ്ഞൂറാൻ. കാരണം ഞങ്ങൾ 10 മക്കൾ അഞ്ഞൂറാൻ. അപ്പോൾ എന്നെ അറിയണത് അങ്ങനെയാണ്, അഞ്ഞൂറാൻ്റെ മോനാണ് പോണത്. അങ്ങനെ അറിയില്ല. അങ്ങനെ എല്ലാവർക്കും ഇരട്ടപ്പേരുണ്ട്. ആണുങ്ങൾക്ക് എല്ലാവർക്കും ഇരട്ടപ്പേരുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളുടെ നാട്ടിലൊരാളുണ്ട്. ഇതിപ്പോൾ ഞാനൊരു കഥ പറയണമെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല. ഈ കലയെ ഇത്ര സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ചില ചേട്ടന്മാരൊക്കെ കള്ളു കുടിച്ചിട്ട് നേരെ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങി. എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങി പാട്ടും ബഹളമൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും. അവിടെ നിന്ന് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ക്യാരക്ടർ ചേഞ്ച് ആവും. കാരണം അവിടെ പോയിട്ട് വീട്ടിൽ പോയിട്ട് വഴക്കുണ്ടാക്കണതും അങ്ങനെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ അങ്ങനെ ഒത്തിരി അങ്ങനെ അയൽവക്കത്തൊക്കെ വഴക്കും പറയും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ റോട്ടിൽ രസികനായിരിക്കും. അങ്ങനെ കുറേ കലാകാരന്മാരുണ്ട്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ പ്രച്ഛന്നവേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാവണ ഒരാളുണ്ട്. ഭയങ്കര പ്രച്ഛന്നവേഷ പ്രേമിയാണ് പുള്ളി. ഒരു ദിവസം മഞ്ഞ് മനുഷ്യനായി, ഒരു റാലിക്ക് മഞ്ഞ് മനുഷ്യനായിട്ട് ഫുള്ള് മൈദ തേച്ചിട്ട് പഞ്ഞി വെച്ച് ഒട്ടിച്ച്, നമ്മൾ ഈ ഡ്രസ്സ് ചെയ്യുമ്പോൾ വെക്കണ ഇതില്ലേ, അത് വെച്ച് ഒട്ടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ഉച്ചക്ക് 2 മണിക്ക് പറഞ്ഞ പ്രച്ഛന്നവേഷം തുടങ്ങിയത് വൈകിട്ട് 6 മണിക്കാണ്. അപ്പം മൈദയൊക്കെ അങ്ങോട്ട് സെറ്റായി. പുള്ളി കയറുന്നതിന് തൊട്ട് മുമ്പ് ടെൻഷൻ മാറ്റാൻ ഒരു സിഗരറ്റ് വലിച്ചതാണ്. പിന്നെ വാഴയിലേക്ക് കടത്തിയാണ് കൊണ്ടുപോയത്. ബും എന്ന് പറഞ്ഞൊരു ആന്തിയത്. അത്രക്കും ഇദ്ദേഹം തന്നെ എവിടെ ഉണ്ടെങ്കിലും പ്രച്ഛന്നവേഷത്തിന് ഒരു ദിവസം അതിന് മുന്നത്തെ വർഷം റാലി ഇറങ്ങാൻ പറ്റണില്ല ഈ പുള്ളി വരാത്ത കാരണം. പുള്ളിയുടെ റാലി വന്നാൽ പുള്ളി മെയിനാണ് പ്രച്ഛന്നവേഷത്തിൻ്റെ. അപ്പോൾ വിളിക്കും, എവിടെ എത്തി, വന്നുണ്ടോ, ഞങ്ങൾ തുടങ്ങാൻ പോകാമെന്ന് പറയും. ദേവൻ എന്ന് പറയും. തുടങ്ങല്ലേ. അങ്ങനെ ഒരു അരമണിക്കൂർ പോയി. അന്ന് ഞങ്ങൾ തുടങ്ങാൻ പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് സൈക്കിളിന് ദൂരെ നിന്ന് വരുക പ്രച്ഛന്നവേഷം. ആമയുടെ വേഷം കിട്ടിയിട്ട് വലിയ ആമ സൈക്കിളിൽ, പുറകെ ഒരു 1500 കാക്കയും. ഈ പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങും, കാക്ക ഒത്ത് ഓടി അകത്ത് കയറി. ഇതായിരുന്നു ഈ ഒരു 3 മണിക്കൂർ നടന്നുകൊണ്ടിരുന്നത്. എവിടെ പ്രച്ഛന്നവേഷം ഉണ്ടെങ്കിലും ഒരു 2 രൂപ ഇട്ടിട്ട പുള്ളി അവിടെ എന്താ പരിപാടി,
അല്ല ഇവിടെ നമ്മുടെ വാർഷികം 5ാം വാർഷികം ഒരു പ്രശ്നവർഷം എഴുതിക്കോളൂ എൻ്റെ അന്ന് ഒരു 5 മണിയാകുമ്പോൾ വരെ അങ്ങനെ ഞങ്ങളുടെ പഞ്ചായത്ത് കലോത്സവം നടക്കണം. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുന്നത് ഞങ്ങളാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഈ പുള്ളി ഞാനൊരു ഗ്രീൻ റൂമിൽ ചെല്ലുമ്പോൾ ഇതേപോലെ തന്നെ മൈദ തേച്ചുകൊണ്ടിരിക്കുകയും ഞാൻ പറഞ്ഞു മഞ്ഞ് മനുഷ്യനാണോ? ഇല്ലില്ല ഈ പ്രാവശ്യം മഞ്ഞ് മനുഷ്യനല്ലെന്ന് എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് ബാർബർ ഷോപ്പിൽ നിന്ന് മുടി വാരിക്കൊണ്ടേ കട്ട് ചെയ്ത മുടിയില്ലേ അതിങ്ങനെ ഒട്ടിക്കുക, കരടിയാവാൻ വേണ്ടി ഒട്ടിക്കുക. ഇവിടുന്ന് ഒട്ടിച്ച് പുള്ളി ഇപ്പം വരുമ്പോൾ അവിടെ നിന്ന് പൊളിഞ്ഞു പോകാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ഇത് തീരുമോ ഇപ്പോൾ? അപ്പോൾ എത്ര മണിക്കാണ് തുടങ്ങും? ഞാൻ 4 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ രക്ഷയില്ല. ആണോ? അപ്പോൾ ഇതെല്ലാം തൂത്ത് കളഞ്ഞിട്ട് വേറെ സൈക്കിൾ എടുത്തിട്ട് വിട്ടു പുള്ളി. വീട്ടിൽ അവിടെ പോയിട്ട് തൊപ്പി വീശു വലയുണ്ട്, നമ്മൾ മുക്കുവന്മാരുടെ വേഷം ചെയ്യാനാണ് പുള്ളി വന്നേക്കണത്. ആ പുള്ളി സ്റ്റേജിൽ അപ്പം ഞാൻ പറഞ്ഞാൽ ഇത് കലക്കൂട്ടായിട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിൽ പോയി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ പുള്ളി സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് ഇങ്ങനെ കായലിലൊക്കെ നോക്കണ പോലെയൊക്കെ നോക്കി അഭിനയം തകർത്ത് തൊപ്പിയൊക്കെ വെച്ചിട്ട് വല ഇങ്ങനെ എടുത്തിട്ട് ഒരൊറ്റ വീശങ്ങ് വീശി. മുമ്പിലിരിക്കുന്ന സൗണ്ട് എഞ്ചിനീയർ അടക്കം വലയുടെ അകത്ത് കിടക്കുക. ഈ സൗണ്ടിൻ്റെ ആൾക്കാർ മൊത്തം വലയിലിരിക്കുക. ഈ പുള്ളി വലയിട്ടിട്ട് ഓടിക്കളഞ്ഞു. കാരണം എന്ത് ചെയ്താലും കുരുത്തക്കേടുണ്ടാക്കുമെന്ന് അറിയാം. അപ്പം അങ്ങനെ ഒരു കലാകാരനുണ്ട് അവിടെ പ്ലോട്ട് കൊണ്ടു അത്തച്ചമയം എന്ന് തൃപ്പൂണിത്തുറ ഏറ്റവും വലിയ സംഭവമാണ് അത്തച്ചമയം. ഞാനൊക്കെ പോയിട്ട് ഈ നമ്മൾ രാവിലെ 9 മണിക്ക് തുടങ്ങും ഇതിങ്ങനെ. അപ്പം ഞങ്ങളുടെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുക. തിരിച്ച് ആ റൗണ്ട് വന്നത് 4 മണിക്കാണ് വന്നത്. പൊരി വെയിലാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഭയങ്കര ഗംഭീരമായിട്ടൊരു പ്ലോട്ട് ഉണ്ടാക്കി കർത്താവിനെ കുരിശേ കിടക്കണം, അങ്ങനെ സെറ്റായിട്ട് കിടക്കണം, ഭടന്മാരൊക്കെ നിൽക്കണം. അവിടെ പ്ലോട്ട് ഇറങ്ങുമ്പോൾ അവിടെ മാർക്കിടും. അവിടെ നിന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്കാണ് ജഡ്ജസ്. അപ്പോൾ ഇവർ ഇറങ്ങിയപ്പോൾ ആ സ്ഥലത്തു നിന്ന് ഫസ്റ്റ് പ്രൈസ് ഇവർക്ക് കിട്ടും. അത്രയും ഡീസൻ്റായിട്ടുള്ള സംഭവം. പക്ഷേ ഈ പുള്ളി വെയിലങ്ങ് മൂത്ത് കഴിഞ്ഞപ്പോൾ തൊണ്ട ഉണങ്ങാൻ തുടങ്ങി യേശുവിന് കുരിശേ കിടന്നിട്ട്. അത് പുള്ളി പറഞ്ഞ് രമണ എനിക്കിച്ചിരി വെള്ളം വേണമെന്ന് പറഞ്ഞു. കുന്തം കൊണ്ട് നിൽക്കണം അവനോട് പറഞ്ഞു. അപ്പം കണ്ണടച്ച് കാണിച്ച് പിന്നെയും പിടിച്ച് ഒരു 2:30 വരെ പിടിച്ച് 5 മണിക്ക് കയറി. അവസാനം ഞാൻ നോക്കുമ്പോൾ കുരിശ് ഒടിച്ചിട്ട് യേശു ലോറിയുടെ കൈ കുത്തിയിട്ട് ചാടിയിട്ട് ഒരു പെട്ടിക്കടയിൽ നിന്ന് സോഡ കുടിക്കുക. ഇവർ വണ്ടി കയറ്റിയില്ല പുള്ളീനെ. ഇവരുടെ പ്ലോട്ട് പൊളിഞ്ഞു പോയി. തിരിച്ച് ഇവർ പോകുന്ന നോക്കുക. അപ്പോൾ ഞാൻ തിരിച്ച് പോകുന്ന വഴി ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ഇപ്പുറത്ത് റോട്ടിൽ കൂടി നടന്നു പോവുക. അതേ വേഷം, യേശുവിൻ്റെ വേഷം. ഈ 2 കൈ വരെ പട്ടികഷ്ണം കിടപ്പുണ്ട്. ഇതുമായിട്ട് പുള്ളി ഇങ്ങനെ പോവുക വണ്ടി കയറ്റാത്തതുകൊണ്ട്. അങ്ങനെ കുറേ കലാകാരന്മാരുടെ ഒരു നാടാണ് എൻ്റെ. അവിടെ തമാശകളുണ്ട്, തമാശയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണ അല്ലാത്ത ഒത്തിരി തമാശകളുണ്ട്. നമ്മൾ ഓർക്കും അപ്പം ഈ മദ്യപിച്ച് എല്ലാവരും പറയാം കള്ളുകൂടിയൻ അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. കള്ളുകൂടിയൻ, കുടിയൻ അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. മദ്യപിക്കുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഇവർ എൻ്റെ വീടിൻ്റെ അവിടെ ചേട്ടനുണ്ട്. ആ ചേട്ടൻ എല്ലാ ദിവസവും കഴിച്ചിട്ട് ഷാപ്പിൽ പോയി കള്ള കുടിക്കുള്ളൂ. പാട്ടും പാടി ഭയങ്കര രസമായിട്ടേ വരുള്ളൂ. അത് നന്നായിട്ട് പാടുകയും ചെയ്യും. 2 കയ്യിലും സഞ്ചി ഉണ്ടാവും. അതിനകത്ത് വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഇതുമായിട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കണം. അങ്ങനത്തെ ഒരു കാറ്റഗറി ഉണ്ട്. ഇതല്ലാതെ കക്ഷത്തിലൊരു കവർ മാത്രം ഉണ്ടായിട്ട് കിട്ടണ കാശിന് മുഴുവൻ കഴിച്ചിട്ട് വന്ന ആൾക്കാരും വേറെ ഉണ്ട്. അപ്പോൾ ഈ 2 ഇതിലും പെടുന്ന പോലെ തന്നെ ഇതുങ്ങളൊക്കെ നല്ല കലാകാരന്മാരാണ്. ഷാപ്പിൽ ഇരുന്ന് പാട്ട് പാടുന്ന ചേട്ടന്മാരുണ്ട്. നമ്മളെപ്പോൾ പറഞ്ഞാലും ഒരു പാട്ട് പാടിക്കേട്ടാന്ന് പറഞ്ഞാൽ അപ്പോൾ തുടങ്ങും. അങ്ങനത്തെ നല്ല നല്ല കലാകാരന്മാരുള്ള ഒത്തിരി വലിയ കലാകാരന്മാരുടെ നാടാണ് ഉദയംപേരൂരിൻ്റെ നാടക കലാകാരന്മാർ. അതൊരു കഥാപ്രസംഗം അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ നാട്ടിൽ വേറൊരു സംഭവം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദയംപേരൂർ ചെമ്പ് മമ്മൂക്കയുടെ നാട്. ഈ 2 നാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ പെൺകുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടുത്തെ പെൺകുട്ടി അങ്ങോട്ട് വേറൊരു നാട്ടിലേക്ക് കുറവായിരിക്കും. ചെമ്പ് ഇങ്ങനെയാണ് ഇതാണ്. അപ്പോൾ അങ്ങനെ ചെമ്പിൽ നിന്ന് ചെക്കൻ്റെ വീട്, ഇവിടെ പെണ്ണിൻ്റെ വീട് ഞങ്ങളുടെ അവിടെ. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് 50 പേര് വന്നാൽ 75 പേര് പെണ്ണ് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു ടൂറിസ്റ്റ് ബസ് നിറച്ചിങ്ങ് വന്ന് തലയൊക്കെ പുറത്തിട്ട് വന്നു. ഇപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ ആർച്ചിൻ്റെ അവിടെ നിൽക്കുക. പുള്ളി ബ്രോക്കർ നോക്കിയപ്പോൾ ഒരു ഇങ്ങനെ കാണിച്ച്. രണ്ടാമതൊരു ടൂറിസ്റ്റ് ബസ് മതി. ഇവിടെ 300 പേർക്ക് ടോട്ടലി ഫുഡ്. പിന്നെ ഒരു ടൂറിസ്റ്റ് ബസ് ഇതേ നിറച്ചിങ്ങ് വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പിന്നെ എന്താണെന്ന് വെച്ചപ്പോഴാണ് അടുത്തൊരു ലൈൻ ബസ്സും കൂടി വന്നു ഇതേപോലെ. അപ്പം തന്നെ 300 പേര് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഘോഷയാത്രയായിട്ട് അകത്തോട്ട് പോയപ്പോഴത്തേക്ക് പെണ്ണിൻ്റെ അച്ഛൻ ബ്രോക്കറെ വിളിച്ചിങ്ങനെ വന്നേ, ഇനിയിപ്പോൾ ചെമ്പിൽ നിന്ന് മമ്മൂട്ടി മാത്രമല്ലേ വരാനുള്ളൂ എന്ന്, ബാക്കി ഇത്ര പേര് വന്നല്ലേ എന്ന്. അപ്പോൾ ഇതുപോലെ രസകരമായിട്ടുള്ള ഒത്തിരി സംഭവങ്ങൾ നടക്കുന്ന നാടാണ് ഉദയംപേരൂർ. ഞങ്ങളുടെ ആൾക്കാർ, ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ആൾക്കാർ. കാരണം അവിടെ പോലീസുകാർ പിടിച്ചിട്ട് സിഗരറ്റിന് വലിച്ചതിന് പിഴ എഴുതിക്കൊണ്ടിരിക്കുക റോട്ടിൽ നിന്ന്. അപ്പോൾ അപ്പുറത്തെ കടയിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്ന പുള്ളിക്കാരൻ അവിടെ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെന്ന് നോക്കാൻ പറഞ്ഞ് ഈ പുള്ളി സുഹൃത്തും കൂടി എന്താ സാറേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിൻ്റെ അഡ്രസ്സും പേരും പറയാതെ സിഗരറ്റ് വലിക്കാനാണ് അവിടെ പിഴ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ രസികന്മാരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അത് കാരണം ഈ കലോത്സവം അങ്ങനെ പഞ്ചായത്ത് മേളയൊക്കെ വന്നുമ്പോഴത്തേക്ക് മൊത്തം
ക്ലബ്ബുകൾ തമ്മിലാണ് മത്സരം. ഇപ്പോൾ ക്ലബ്ബുകളില്ല, കാരണം ഈ റെസിഡൻസ് അസോസിയേഷൻ എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് പോയപ്പോഴത്തേക്ക് ഈ പഴയ ക്ലബ്ബുകളുടെ ആ ഇതൊക്കെ അങ്ങ് പോയി, അത് വേറൊരു പോഷ് ഇതിലേക്ക് പോയി. ക്ലബ്ബുകൾ വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഓണക്കളി അതും ഇതൊക്കെ ആയിട്ട് ഞാനൊക്കെ ഇങ്ങനെ ഓടി നടക്കണം. എൻ്റെ നാട്ടിൽ ഭയങ്കര രസമായിട്ടുള്ള നാടാണ് ഉദയംപേരൂർ. അപ്പോൾ ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് വികസനം വന്ന IOC പ്ലാന്റാണ് വന്നത്. ഈ IOC പ്ലാന്റ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചേട്ടന്മാർ അവിടെ ജോലി ചെയ്യുന്നത്, ചേട്ടൻ്റെ മോൻ ജോലി ചെയ്യണം, അങ്ങനെ കുറേ ആൾക്കാർ രക്ഷപ്പെട്ട് നമ്മൾ ആ ഒരു 8ാം ക്ലാസ്സൊക്കെ പഠിച്ച ആൾക്കാർ ബുള്ളറ്റിൽ നടക്കണമെന്ന് വെച്ചാൽ ആ ഒരു ലെവലിലേക്ക് മാറിയത് ആ പ്ലാന്റ് വന്നപ്പോഴാണ്. ഈ പ്ലാന്റ് വന്നപ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ നാട്ടിൽ അന്ന് ഭയങ്കര ലോറി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഇങ്ങനെ പേരൊക്കെ എഴുതി വെച്ചൊരു ആനച്ചന്തോ അത് തന്നെയാണ്. അതിനുശേഷവും ടിപ്പർ വന്നത്. ടിപ്പർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ കമ്പനിയിൽ ലോഡ് ഇറക്കാൻ ടിപ്പർ വന്നത്. അപ്പോൾ അവിടുത്തെ യൂണിയൻകാർക്കൊരു പരിപാടിയുണ്ട്, ഈ ലോറി നിൽക്കണതിന് മുമ്പ് തന്നെ ഷവലിട്ടിട്ട് ചാടിയം കയറി അങ്ങോട്ട് പോകും. ഇത് ടിപ്പറാണെന്ന് അറിയില്ല, ലോറിയാണെന്ന് ഷവലിട്ടിട്ട് പുള്ളി ചാടി അകത്ത് കയറി. ഈ ഓടിക്കണക്ക് ഇത് അറിയില്ലായിരുന്നു, ഇയാളത് പൊക്കി കൊത്തി അവസാനം ചരല് തിരഞ്ഞിട്ട് ഈ ആളെ പുറത്തെടുക്കേണ്ടി വന്നു. അതിന് ഈ കമ്പനി ജോലി ചെയ്യുന്ന കുറേ ആൾക്കാരിൻ്റെ രസകരമായിട്ടുള്ള കുറേ കഥകളുണ്ട്. പക്ഷേ അത് ഞാൻ പറഞ്ഞ ചിലപ്പോൾ അവർക്ക് വേദനിക്കും. ഈ പറഞ്ഞ പോലെ വണ്ടി മേടിച്ചു വന്നപ്പോൾ എത്ര എന്തോരം മൈലേജ് എന്തോരം കിട്ടുന്നുണ്ട്, ഞാനൊരു 40 വരെ പിടി പിന്നെ വിട്ടുകളയുന്നു. അത്രേ ഉള്ളൂ. കാരണം ക്വാളിഫിക്കേഷനിലുപരി ഇവർക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടിയത് വേറെ ലെവലില്ല. എൻ്റെ കൂട്ടുകാരുണ്ട് സാബുന്ന്, അവൻ്റെ പേരെടുത്ത് പറയും, കുഴപ്പമില്ല. അവൻ ഇതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് അന്നേരം കൊടുക്കണം നമ്മൾ ചോദ്യങ്ങളാണ്, ഇതുപോലെയല്ല ലൈസൻസ് കൊടുക്കുമ്പോഴത്തേക്ക്. എന്നിപ്പോൾ ഇവരോട് ചോദിച്ച് വണ്ടിക്കകത്ത് എന്തൊക്കെ റെക്കോർഡ് വെക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു, സാറേ ആദ്യം ഒരു ഭക്തിഗാനം ഇടാം, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ റെക്കോർഡ് ഐറ്റംസ് വെക്കണമെന്ന് വെച്ചപ്പോൾ. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, നല്ല കലാകാരന്മാരുണ്ട്, നല്ല രസികന്മാരാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എൻ്റെ നാട്ടിൽ ഞാനൊരു ചാനലിൽ വർക്ക് ചെയ്ത് അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ വന്നപ്പോഴത്തേക്ക് എനിക്കറിയാം ഞങ്ങൾക്ക് പ്രൈസ് വന്നതിന് ശേഷം ടെലികാസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ഞങ്ങളുടെ അവിടെ ക്ഷേത്രത്തിൽ അന്നദാനത്തിന് ഇല ഇട്ടപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നോട്ടീസ് വെച്ച് ഇന്ന് സാജുവിൻ്റെ ഫൈനലാണ്, പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് പപ്പടം വിളമ്പണ പോലെ ഇത് ആദ്യം വിളമ്പിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ടെലികാസ്റ്റിംഗ് നടക്കണമല്ലേ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് അമ്മച്ചിമാരും എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കാണും, നാട്ടിലെ മൊത്തം ആൾക്കാരിന്ന് ഇങ്ങനെ കാണുന്നു. തൊട്ടിപ്പുറത്ത് ക്ഷേത്രത്തിൽ ഭഗവാൻ മുരുകൻ. അപ്പോൾ ഇത് ഹാർട്ട് ബീറ്റ് പ്രൈസ് പറഞ്ഞ ഹാർട്ട് ബീറ്റ് അടിച്ചപ്പോൾ ഇത്രയും ഓഡിയൻസ് നേരെ ഇങ്ങോട്ട് അമ്പലത്തിലേക്ക് തിരിഞ്ഞിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത്ര എന്നെ സ്നേഹിക്കുന്ന നാട്ടുകാരാണ്. അങ്ങനെ 2 നാടിൻ്റെ സ്നേഹം കിട്ടിയ ആളാണ് ഈ പറഞ്ഞ ഞാൻ. കാരണം പനങ്ങാട് എന്നുള്ള നാടും അതുപോലെ ഉദയംപേരൂർ എന്നുള്ള നാട്, 2 നാട്ടുകാരെയും പിറ്റേൻ്റെ പിറ്റും ചെണ്ടമേളത്തോടുകൂടി ഭയങ്കര ഗംഭീര സ്വീകരണമായിട്ടാണ് അവിടെ കൊണ്ടുപോയി. എനിക്ക് മാത്രമല്ല, എൻ്റെ നാട്ടിൽ ആ കൂടെ ഉണ്ടായ 5 പേരെയും കൊണ്ടുപോയി സ്വീകരണമൊക്കെ തന്ന് ഗംഭീരാക്കി വിട്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഞങ്ങൾ അവിടെ കല്യാണത്തിനാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ തമാശ നടക്കുന്നത്. അത് ഉദയംപേരൂർ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ കസിൻസ് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവർ ഒരാഴ്ച മുമ്പേ വരും, പെയിൻറ്റിങ് തൊട്ടേ ഉണ്ടാവും വീട്ടിൽ. എന്നിട്ട് ആ കെട്ടിൻ്റെ സമയമാകുമ്പോൾ ആരും ചേട്ടാ ഒന്ന് മാറിക്കുന്ന തള്ളിയ വിളിച്ചു, പിള്ളേരെ വിളിച്ചു, ബാബാ വഴക്കിട്ട് പോകുന്ന ആൾക്കാരാണ് കൂടുതൽ. അങ്ങനെ ഒരു ദിവസം കല്യാണത്തിന് ഉച്ചക്ക് ഭയങ്കര ഇടിയുടെ കാര്യം ചോദിച്ചാൽ അളിയനും കൂടെയാണ് ഇടി വെക്കുന്നത്. എന്താ കാര്യം ചോദിച്ചപ്പോഴേ മൂത്ത അളിയന് ടെസ്റ്റ് പായസം കിട്ടിയില്ലെന്ന്. കാരണം ഈ പായസം റെഡിയാൻ വെച്ചിട്ട് കുളിക്കാൻ കൊടുക്കൂലേ, ഇത് കിട്ടിയില്ലെന്ന്. ഞാൻ എന്താ അതിന് അർഹനല്ല എന്ന് പുള്ളി ചോദിക്കുന്നത്. പപ്പടം കൊടുത്തപ്പോൾ പൊടിഞ്ഞ പപ്പടം കൊടുത്തെന്ന് പറഞ്ഞിട്ട് വഴക്ക്. അപ്പോൾ പപ്പടം വിളമ്പിയവൻ ചോദിച്ച് താൻ CD ഇടുന്ന പോലെ പപ്പടം തിന്നണത് പൊടിക്കാതെ ആണോയെന്ന് ചോദിച്ച് അതിന് ഇടിയും ബഹളവും. അതൊക്കെ ഒറ്റ ദിവസത്തേക്കേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഈ 2 കൂട്ടരും കൂടെ ആയിരിക്കും വേണം ചായക്കട പോണത്. അത്രക്കും സ്നേഹമുള്ള ആൾക്കാരാണ്. കാരണം ഒരു പഞ്ചായത്ത് മൊത്തം പല രാഷ്ട്രീയ ചിന്താഗതിയുള്ളവരുണ്ടെങ്കിൽ പോലും ഇപ്പോൾ എൻ്റെയൊക്കെ വീട്ടിലൊരു ആവശ്യം വന്നാലോ അല്ലെങ്കിൽ അടുത്തൊരു ആവശ്യം വന്നാലോ ഒക്കെ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളതാണ്. ഇപ്പം നമുക്ക് ഈവൻറ്റുകളുണ്ട്, കല്യാണ ഫംഗ്ഷൻ തന്നെ, പക്ഷെ അതൊന്നും ആ നാട്ടിലേക്ക് അധികം ഓടിക്കില്ല. എല്ലാം ഞങ്ങളൊക്കെ തന്നെ സഹായിച്ച് ചെയ്യുന്ന പരിപാടികളാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ നാട്, നന്മകൾ മാത്രമുള്ള നാട്. പിന്നെ വേറൊരു 2 ടീമുണ്ട്, അത് പേര് പറയാതെ ഞാൻ പറയാം. ഞങ്ങളുടെ വയലാണ് പുറകിൽ. വയലിൽ എൻ്റെ അച്ഛനൊക്കെ കൃഷി നടക്കുന്ന മോട്ടർ ഒരു പെര പോലെ ഉണ്ട്, മോട്ടോർ പെരയെന്ന് പറയും. അപ്പോൾ ഞാൻ ഒരു ദിവസം ചെല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിലിട്ട് കപ്പ റെഡിയാക്കി കഴിക്കുന്നുണ്ട് 2 ടീം. അപ്പോൾ ഞാൻ ചോദിച്ചത് എവിടെ നിന്നായിട്ടത്? മോനെ കഴിച്ചോന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് വേണ്ട, ഇത് എവിടെ നിന്നാണ് ഇത്? അല്ല ഞങ്ങൾ കൊണ്ടുവന്നാടാ, വിശന്നിട്ട് പോയി, അപ്പോൾ ഞങ്ങളങ്ങനെ ശരിയാക്കിയതെന്ന് പറഞ്ഞു. പുഴയുടെ അരിയിലാണ്. അപ്പോൾ ഞാൻ ഈ പാത്രമൊക്കെ എവിടെ നിന്ന് കിട്ടി? അത് പുഴയിൽ നിന്ന് എടുത്താന്ന്. സംഭവം എന്താണെന്നറിയാമോ, ഈ മരിച്ച ആൾക്കാർ അസ്ഥി കൊണ്ടേ കളയൂലേ, ആ പാത്രം എടുത്തിട്ട് അതിനകത്തിട്ട് ചട്ടിയിലിട്ട് ഉണ്ടാക്കി കഴിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും വേണ്ട, ആ പോവാന്ന് പറയും. അങ്ങനത്തെ 2-3 കോമഡി താരങ്ങൾ അവിടെയുണ്ട്. അവരൊന്ന് പേര് പറയാൻ പറ്റില്ല. എല്ലാവരും എന്താ പറയണത്, ഇപ്പോൾ ഓരോ ജീവിതത്തിലേക്കൊക്കെ പോയി നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് പറഞ്ഞ് ഇനി വിഷയം ഉണ്ടാക്കണ്ടില്ല. അപ്പോൾ നമ്മൾ ഈ കല്യാണ വീട്ടിൽ നടക്കുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ തമാശ നടക്കുന്ന മരണ വീടുകളിലുണ്ടാവും കേട്ടോ. പിന്നെ എല്ലാ വീട്ടിലും അല്ല,
അപ്പോൾ ഈ നാട്ടിൻപുറത്തുള്ള ഏറ്റവും വലിയ കാര്യമാണത്. നമ്മൾ അവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പന്തലിടുന്നിടത്തോട്ട് ഉടനെ തുടങ്ങും അഭിപ്രായങ്ങൾ. അപ്പോൾ ഈ മരിച്ചാൾ ചാടി എന്നിട്ട് അടിക്കും, അതുപോലത്തെ അഭിപ്രായം പറയാനുണ്ടാവും. എന്നാലും ഇതൊക്കെ സഹിച്ച് പിള്ളേർ ഇതെല്ലാം ചെയ്യാനൊക്കത്തിനും കൂടെ നിൽക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്തല്ല, കുറച്ച് മാറിയിട്ടാണ് ചേട്ടനും എന്നെയും കൂടി ഡെയിലി ഇടിയുന്ന 2 വൈകുന്നേരം കള്ളും മുടി വെച്ചിട്ട് പൂരെ ഇടിയ. അങ്ങനെ ഒരു ദിവസം അനിയൻ മരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടനാണെങ്കിൽ അവിടെ പെർഫോമൻസ് കരച്ചിൽ ഭയങ്കര വിഷയം, 4 പേരും കൂടി പിടിച്ചേക്കണ്. തലേ ദിവസം കൂടി നെഞ്ചത്ത് കയറുന്ന് ഇടിച്ചതാണ്. എന്നിട്ട് ആ മരിച്ച ആളിങ്ങനെ കിടത്തിയേക്കണ്, ഈ പുള്ളി അവിടെ തലയുടെ അടുത്ത് ഇരിക്കണ്. അപ്പോൾ പിറ്റേ ദിവസം ശവടക്കം ആണെങ്കിൽ അവിടെ എല്ലാവരും പതിയെ ഉറങ്ങാൻ തുടങ്ങും. അവിടെ ബോഡിയുടെ അടുത്തൊക്കെ തന്നെ കിടന്ന് ഉറങ്ങും. അങ്ങനെയൊക്കെ ഈ പുള്ളി ഉറങ്ങില്ല. പുള്ളി ഇങ്ങനെ അനിയൻ്റെ മുഖത്തോട്ട് നോക്കിയിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. കുറേ നേരം കഴിഞ്ഞ പുള്ളി ഇങ്ങനെ മടി തപ്പിയിട്ട് ബീഡി എടുത്ത് കഴിഞ്ഞിട്ട് പുള്ളി തീപ്പെട്ടി തപ്പിയിട്ടാണല്ലോ. അപ്പോൾ ഈ അനിയൻ്റെ തലയുടെ അവിടെ കത്തിച്ച് വെച്ചിങ്ങനെ വിളക്കിക്കൊണ്ട് അത് കത്തിച്ച് കൊണ്ടുവന്നിട്ട് വീണ്ടും നോക്കിയിരുന്ന പുള്ളി ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ സമയത്ത് തോന്നുമ്പോൾ ഇതൊക്കെ തമാശയായിട്ടല്ല, വീട്ടിൽ പോയിരുന്ന് ചിരിക്കാൻ ഭയങ്കര വകുപ്പായിരിക്കുള്ളൂ. അങ്ങനെ ആ മരണം നടന്ന വീട്ടിൽ ഇതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ അവിടെ തന്നെ നടന്നേക്കണത്. അപ്പോൾ ഇതുപോലെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മൂമ്മ മരിച്ചപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ അവിടെ ഒരു ബുദ്ധിക്ക് ഇതുള്ളൊരു ചേട്ടനുണ്ട്. ആ പുള്ളിക്കാരൻ പാടത്താണ് വീടിരിക്കണം. അപ്പോൾ നടന്നു വരാൻ ഇതിലൂടെ സ്ഥലമുണ്ട്, പാടത്തുകൂടിയൊക്കെ ഇറങ്ങി വരും ആൾക്കാർ. അങ്ങനെ അമ്മൂമ്മ കിടക്കണ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കണം, എൻ്റെ അമ്മ എൻ്റെ സഹോദരി എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുക, ചിറ്റയൊക്കെ ഇരിക്കുക. അപ്പോൾ ഈ പുള്ളി അവിടെ നിന്ന് വരിക, കണ്ടം നീന്തി വരിക. പുള്ളിക്കാരൻ പാൻറ്റ് ഇട്ടിട്ട് ഇവിടം വരെ മടക്കി വെച്ചേക്കുവാണ്. ഈ ചെളി കൂടി നടന്നിട്ട് ഇത്രയും വരെ ഷൂ പോലെ ഇരിക്കണം. പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസും വെച്ചിട്ടുണ്ട്, ഇതിനൊരു കണ്ണടയില്ല. അതും വെച്ചിട്ട് പുള്ളി ഇവിടെ വന്ന് കാലും കയറ്റി വെച്ചിട്ട് എല്ലാവരും നോക്കി ഒരു ചിരി ചിരിച്ച്. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരൊക്കെ ചിരിക്കാൻ തുടങ്ങി. അമ്മയുണ്ട്, അതിലും അമ്മൂമ്മ മക്കളുണ്ട്, പേരക്കളുണ്ട്, എല്ലാം ചിരിയായി. ഈ പുള്ളിക്കാരൻ അതൊക്കെ കഴിഞ്ഞിട്ട് പറയാം, കേട്ടാ ഞാനേ അമ്മേനെ ശബരിമലക്ക് കുളിക്കാൻ വേണ്ടി ശബരിമലക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നാന്ന്. കൂട്ടച്ചിരിച്ച് അവിടെ കിടന്നുണ്ട്. കാരണം മരണ വീടാണെന്ന് ഒന്നും ആലോചിച്ചില്ല. ചില സിറ്റുവേഷനിൽ നമുക്ക് പെട്ടു കൊടുക്കണം. ഇപ്പം നമ്മളൊരു മരിച്ചു വീട്ടിൽ ചെന്നാലും നമ്മളോട് ചോദിക്കും, ചേട്ടാ ഒരു സെൽഫി എടുത്തോടെ ചേട്ടാ അതൊക്കെ. അത് മറ്റേ തമാശ ഒന്നും പറയാൻ നോക്കി, ഏതാ സിറ്റുവേഷൻ, ഏതാ അവസ്ഥ, ഏതാ ലൊക്കേഷൻ ഒന്നും നോക്കൂല, അതങ്ങ് പറഞ്ഞങ്ങ് ഇതാക്കി കളയും. അപ്പോൾ എൻ്റെ വീട്ടിൽ നടന്നാണ് ഈ അമ്മമ്മ മരിച്ച സമയത്ത് ഇതുപോലെ വന്നിരുന്ന പുള്ളിക്കാരൻ. സഹോദരിയുണ്ട്, ഇവർക്ക് 2 പേർക്കും ഇങ്ങനെ സുഖമില്ലാത്ത ആൾക്കാരാണ്. പുള്ളിക്കാരൻ ചന്ത സിനിമയിൽ ബാബു ആൻ്റണീനെ എല്ലാവരും കൂടി തള്ളണം, മുടിയൊക്കെ വളർത്തി ബാബു ആൻ്റണി പ്രതികരിക്കുക. അപ്പോൾ ഈ പുള്ളി എടാ കർത്താവിനകത്ത് അല്ലാത്തടാന്ന് ബാക്കി പോസ്റ്ററിലുള്ള ഗുണ്ടകളോട് നോക്കിയിട്ട് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളാണത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നാട്ടിലുള്ള കുറേ പഴയ കാലത്തെ കാര്യങ്ങളിതൊക്കെ. പരിപാടി തുടങ്ങണമെന്ന് പഠി കയറക്കട്ടാന്ന് പറഞ്ഞ ചിറ്റപ്പനൊക്കെ നീങ്ങ വാട്ടറാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് തടവിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഞാൻ പിടിക്കാന്നുണ്ട്, വല്ലം പറ്റിപ്പോയി അച്ഛൻ വീട്ടിൽ കിടത്തൂലെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ ആരും കൊടുക്കാതെ കക്ഷത്തിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കുക. ഞാൻ മയക്കെടുത്തിട്ട് തന്നെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരു കുട്ടിയുടെ 2 തീപ്പെട്ടി വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ പൊട്ടന്മാരാട്ടാന്ന് പറഞ്ഞു. ഈ കൂട്ടുകാരനെ ഇവിടെ നിന്ന് ക്ലാസ്സിൽ നിന്ന് ടീച്ചർ ഓഫീസ് റൂം വരെ തല്ലി, ഓഫീസ് റൂമിൽ അമ്മയായിട്ട് സംസാരിച്ചതിന് ശേഷം അമ്മ വീട് വരെ തല്ലിയവന്.